ഹായ് എവ്രി വൺ, വെൽക്കം ടു ക്രിഷ് ടോക്സ്. അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലില് കരിയർ ഗൈഡൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലെ ഫസ്റ്റ് കോഴ്സ് CA നെ കുറിച്ചായിരുന്നു. അത് ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഡേ 2 കോഴ്സ് നമ്പർ 2 എന്ന് പറയുന്നത് CMA ആണ്. CMA എന്ന് പറയുന്ന ഒരു കോഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ഈ ഒരു കോഴ്സിനെ കുറിച്ച് മുഴുവനായിട്ടും നിങ്ങൾ കേട്ടതിന് ശേഷം ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി അറിയണമല്ലോ, എനിക്ക് ഇതിന്റെ ഫീസിന്റെ കാര്യങ്ങളെ കുറിച്ചും ഇപ്പൊ ഞാൻ എവിടെയാ പോയി പഠിക്കേണ്ടത്, അങ്ങനെ കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് അറിയണം എന്നുണ്ടെങ്കിൽ താഴെ ഞാനൊരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് താഴെ ഒരു കോൺടാക്ട് നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കോൺടാക്ട് ചെയ്താലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയും. അപ്പൊ നമ്മുടെ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് നിങ്ങൾ കാണാട്ടോ, ഒരു ഐഡിയ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ CA വീഡിയോ കണ്ട അനുസരിച്ച് CA വേണോ CMA വേണോ എന്നൊക്കെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ ആക്ച്വലി വരട്ടെ. നമ്മൾ വേറൊരു കോഴ്സിനെ കുറിച്ചും ACCA എന്നുള്ള ഒരു കോഴ്സിനെ കുറിച്ചും വരും ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്കൊരു പ്രോപ്പർ ഡിസിഷനും എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ഒരു വീഡിയോയിൽ CMA ഇന്ത്യയെ പറ്റിയിട്ടും CMA USA പറ്റിയിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോ ഈ ഒരു രണ്ട് കോഴ്സുകൾക്കും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസമുണ്ട്, പ്രാധാന്യമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഇതിൽ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം, ഇതിൽ ഏതാണ് ബെറ്റർ, ഇതിന്റെ എക്സാം സ്ട്രക്ചറിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, എക്സാംസ് ഏത് മാസങ്ങളിലാണ് നടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് കേട്ടിട്ട് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. വ്യത്യാസമൊക്കെ ഉണ്ട് രണ്ട് കോഴ്സും തമ്മിൽ. അപ്പൊ നമ്മുടെ ഈ ഒരു CMA ഇന്ത്യയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ആദ്യം വരുന്നൊരു ഡൗട്ടാണ്, ഇന്ത്യയിൽ മാത്രമാണോ ജോലി കിട്ടുക എന്നുള്ളത്. ഒരിക്കലുമല്ല, ഇത് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്തോട്ടും നമുക്ക് ജോലി സാധ്യതകൾ ഉണ്ട്. പിന്നെ ഈ ലെവൽസിന്റെ കേസ് പറയുവാണെങ്കിൽ 3 ലെവൽസ് ആയിട്ടാണ് എക്സാം വരുന്നത്. ജൂൺ ഡിസംബർ മാസങ്ങളിലായിരിക്കും എക്സാം വരിക. അപ്പൊ ഈ 3 ലെവൽസ് എന്ന് പറയുമ്പോൾ ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, അതേപോലെ തന്നെ ഫൈനൽ ലെവൽ, ഇങ്ങനെയാണ് 3 ലെവൽസ് വരുന്നത്. അപ്പൊ ഓരോ ലെവലിലും വരുന്ന പേപ്പേഴ്സിനെ കുറിച്ചും ബാക്കി കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം കേട്ടോ. CMA ഇന്ത്യയെ പറ്റി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് വരുന്നൊരു ഡൗട്ടാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളത്. അപ്പോൾ +2 കഴിഞ്ഞ ഏതൊരു കുട്ടിക്കും ഇതിലേക്ക് എൻ്റർ ആവാം. +2 ഇപ്പോൾ കൊമേഴ്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഏതെടുത്തൊരു കുട്ടിക്കും ഇതിലേക്ക് എൻ്റർ ആവാവുന്നതാണ്. അങ്ങനെ എൻ്റർ ആവുന്ന സമയത്ത് നമുക്ക് 3 ലെവൽസ് ആയിട്ടാണ് എക്സാം വരുന്നത്. അതായത് ഫസ്റ്റ് ഫൗണ്ടേഷൻ ലെവൽ വരുന്നുണ്ട്, ദെൻ സെക്കൻഡ് ഇന്റർമീഡിയറ്റ് ലെവൽ വരുന്നുണ്ട്, ദെൻ മൂന്നാമത്തത് ഫൈനൽ ലെവലും വരുന്നുണ്ട്. അങ്ങനെ 3 ലെവൽസ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു എക്സാം വരുന്നത്. അപ്പോൾ ഇതിൽ 2 രീതിയിൽ നമുക്ക് CMAയിലോട്ട് എൻ്റർ ആവാം. ഒന്ന്, നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ലെവലായിട്ടുള്ള ഫൗണ്ടേഷൻ ലെവല് എക്സാം എഴുതി പാസ്സായിട്ടും, രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് CAT എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്, CAT. അപ്പോൾ ഈ ഒരു CAT എക്സാം എഴുതി പാസ്സായിട്ടും ഈ ഒരു CMAയിലോട്ട് നമുക്ക് എൻ്റർ ആവാവുന്നതാണ്. അപ്പോൾ ഈ 2 വഴികളാണ് നമ്മുടെ മുൻപിലുള്ളത് കേട്ടോ. സാധാരണ എല്ലാ കുട്ടികളും എന്താ പറയുക, ഫൗണ്ടേഷനാണ് കൂടുതൽ പേര് സെലക്ട് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു CAT എക്സാം എഴുതി വരുന്ന കുട്ടികളുമുണ്ട്. ഇനി ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ, ഡിഗ്രി ഇപ്പോൾ ഏത് സ്ട്രീം ആയിക്കോട്ടെ കേട്ടോ, BCom, BBA, BA, BSc ഏതൊരു സ്ട്രീം ആയാലും നമ്മുടെ CMAയിലോട്ട് ഡയറക്റ്റ് എൻട്രി ആണ്. ഡയറക്റ്റ് എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ കോഴ്സ് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഡിഗ്രി ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ കോഴ്സ് നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ഇന്റർമീഡിയറ്റിലോട്ട് ഡയറക്റ്റ് എൻട്രി ആണ്, ഇന്റർമീഡിയറ്റ് ലെവലിലോട്ട്. ദെൻ ഇന്റർമീഡിയറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഫൈനലിലോട്ട് പോകാനായിട്ട് സാധിക്കും. ഇതാണ് ഡിഗ്രി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു ഇതിൻ്റെ ഒരു ഏരിയ. ദെൻ ഇതിൽ വരുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കൊമേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റുകൾ തന്നെയാണ് നമുക്കിതിൽ പഠിക്കാനായിട്ടുള്ളത്. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ടാക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റ്, ദെൻ ബിസിനസ് ലോ, ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളായിരിക്കും ഇത്തരം സബ്ജക്റ്റുകളായിരിക്കും നമ്മൾ ഈ ഒരു CMA ഇന്ത്യയിൽ പഠിക്കാനായിട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അത്യാവശ്യം സ്കോപ്പൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ് CMA ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ്. ഇനി CMA USA നമുക്കൊന്ന് നോക്കാം. അപ്പൊ CMA ഇന്ത്യയെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് CMA USA എന്നുള്ള ഒരു കോഴ്സിനെ കുറിച്ച് നോക്കാം. CMA USA എന്ന് പറയുന്നത് 1919 USA ഒരു പ്രൊഫഷണൽ ബോഡി വരികയാണ്. അതാണ് IMA എന്ന് പറയുന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. അപ്പൊ ഈ ഒരു IMA പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ്
CMA USA എന്ന് പറയുന്നത്. അപ്പൊ ഇത് USA മാത്രമല്ല കേട്ടോ, നമുക്ക് 150 പരം രാജ്യങ്ങളിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സാധ്യതകളും അതിനനുസരിച്ച് വലുത് തന്നെയാണ്. ഇനി ഇതിന്റെ എക്സാം രീതികള് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. നമ്മൾ CA പറഞ്ഞപ്പോഴും CMA ഇന്ത്യ പറഞ്ഞപ്പോഴും ലെവൽസ് ആയിട്ടാണ് എക്സാംസ് വരണേ എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഈ ഒരു CMA USA ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് 2 പാർട്ടായിട്ടാണ് എക്സാം വരുന്നത്. പാർട്ട് 1, പാർട്ട് 2. ഈ 2 പാർട്ടിലും ഫോളോ ചെയ്യുന്ന എക്സാം സ്ട്രക്ചർ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അതായത് നമ്മൾ ഓരോ പാർട്ടിലും വരുന്നത് 100 MCQ ക്വസ്റ്റ്യൻസും 2 essay ക്വസ്റ്റ്യൻസും ആണ്. ഈ 100 MCQ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സമയം 3 മണിക്കൂറും 2 essay ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സമയം 1 മണിക്കൂറുമാണ്. അങ്ങനെ മൊത്തം 4 മണിക്കൂറിലാണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പൊ ഈ ഒരു 4 മണിക്കൂറിലും ആകെയുള്ള മാർക്ക് എന്ന് പറയുന്നത് 500 ആണെങ്കിലും പാസ് മാർക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് 360 ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു എക്സാം പാറ്റേൺ. ഇതിന് 2 പാർട്ടിലും ഇങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിന് എക്സാം വിൻഡോസ് ഉണ്ട്. അതായത് ഇതിൽ ഏത് പാർട്ട് ഏത് ഡേറ്റിൽ എഴുതണം എന്നുള്ളത് കുട്ടികൾക്ക് ഡിസൈഡ് ചെയ്യാം. അതിനുവേണ്ടി വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതായത് ജാനുവരി ടു ഫെബ്രുവരി, അതായത് ജാനുവരി 1 മുതൽ ഫെബ്രുവരി 28 വരെയുള്ള ഒരു ഡേറ്റ് കുട്ടിക്ക് സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ മെയ് ടു ജൂൺ ആണ് രണ്ടാമത്തെ ഒരു വിൻഡോ ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ സെപ്റ്റംബർ ടു ഒക്ടോബർ. അപ്പൊ ഇങ്ങനെയുള്ള 3 വിൻഡോസിലാണ് കുട്ടിക്ക് ഡേറ്റ് സെലക്ട് ചെയ്ത് എക്സാം എഴുതാനായിട്ട് സാധിക്കുക. പിന്നെ CMAയുടെ മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത് വർക്ക് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഈ ഒരു വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒപ്പോ കോഴ്സ് ചെയ്തതിന് ശേഷമോ അതിന് മുന്നോ ഒക്കെ ആയിട്ട് നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിന് പോലും 1 മുതൽ 1.5 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് അത്യാവശ്യം ഹാർഡ് വർക്ക് വേണം. അതേപോലെ തന്നെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ അണ്ടറിൽ പോയിട്ട് നമ്മൾ പഠിക്കുകയും വേണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ CMAനെ കുറിച്ച് മനസ്സിലായല്ലോ. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം. CMA USA ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഏരിയയിലോട്ട് കിടക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് എക്സാം വിൻഡോസ് അവൈലബിൾ ആണ് എന്നുള്ള കാര്യം അല്ലെ. വെൻ ക്യാൻ ഐ അപ്പിയർ ഫോർ ദി എക്സാംസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ IMA കണ്ടക്ട്സ് US CMA എക്സാംസ് ഇൻ 3 ടെസ്റ്റിംഗ് വിൻഡോസ് എവറി ഇയർ. എല്ലാ വർഷവും 3 വിൻഡോസിലൂടെയാണ് ഇവർ എക്സാം നടത്തുന്നത്. ഇൻ ഇന്ത്യ ആൻഡ് ഓൾ ഓവർ ദി വേൾഡ് കേട്ടോ. എല്ലായിടത്തും ഇവർ ഈ ഒരു സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ആ ഒരു വിൻഡോസ് എന്ന് പറയുന്നത് ജാൻ ടു ഫെബ്രുവരി, മെയ് ടു ജൂൺ, സെപ്റ്റംബർ ടു ഒക്ടോബർ എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് യു ക്യാൻ ടേക്ക് എക്സാംസ് അറ്റ് യുവർ ഡിസൈഡ് ഡേറ്റ് ഇൻ എ ടെസ്റ്റിംഗ് വിൻഡോ ബൈ ഷെഡ്യൂളിംഗ് എൻ അപ്പോയിൻമെൻറ്റ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റ് കയറിയിട്ട്, അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ജാൻ ടു ഫെബ്രുവരിന്ന്, അതിലൊരു ഡേറ്റ് ഇപ്പോൾ ജാൻ 10 അങ്ങനെ ഒരു ഡേറ്റ് എനിക്ക് സെലക്ട് ചെയ്ത് അപ്പോയിൻമെൻറ്റ് എടുക്കാവുന്നതാണ് എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം. ഇനി നമ്മൾ പറഞ്ഞു 2 പാർട്ടായിട്ടായിരിക്കും എക്സാം ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ പാർട്ട് 1ലും 2ലും ഫോളോ ചെയ്യുന്നത് സെയിം സ്ട്രക്ചർ തന്നെ ആയിരിക്കും. അപ്പോൾ അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് 3 മണിക്കൂർ സമയമാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിലുണ്ടാവുക. ദെൻ essay എന്ന് പറയുന്നത് 1 മണിക്കൂറാണ് essayക്ക് അനുവദിച്ചിട്ടുള്ള സമയം. 2 essay ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ 1 by 1 ആയിട്ട് MCQ കഴിഞ്ഞിട്ടായിരിക്കും essayയിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുക. മൊത്തം 4 മണിക്കൂറിൻ്റെ ഒരു എക്സാം ആണ് കേട്ടോ. ഓരോ പാർട്ടും ഇങ്ങനെ തന്നെയാണ്. ഇനി ഇതിൻ്റെ പാസ് മാർക്ക് എന്ന് പറയുന്നത് കാൻഡിഡേറ്റ്സ് ഹാവ് ടു സ്കോർ 72% കേട്ടോ. 72% ആണ്. അതായത് 500 ടോട്ടൽ മാർക്ക്. അതിൽ 360 നമ്മൾ ഓരോ പാർട്ടിലും നേടിയിട്ടും ഉണ്ടായിരിക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു പാസ് മാർക്കിൻ്റെ കാര്യം. ഇനി നമ്മൾ CMA USA സിലബസിലോട്ട് കിടക്കുകയാണെങ്കിൽ പാർട്ട് 1ൽ പ്ലാനിംഗ്, ബഡ്ജറ്റിംഗ്, ഫോർകാസ്റ്റിംഗ്, എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഡിസിഷൻസ്, കോസ്റ്റ് മാനേജ്മെൻറ്റ്, പെർഫോമൻസ് മാനേജ്മെൻറ്റ്, ടെക്നോളജി ആൻഡ് അനലിറ്റിക്സ്, ഇൻറ്റേർണൽ കൺട്രോൾസ് എന്നിങ്ങനെയുള്ള പേപ്പേഴ്സ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നുള്ളത്. ഇനി നമ്മൾ പാർട്ട് 2ലേക്ക് കിടക്കുകയാണെങ്കിൽ കോർപ്പറേറ്റ് ഫിനാൻസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്, ഡിസിഷൻ അനാലിസിസ്, റിസ്ക് മാനേജ്മെൻറ്റ്, പ്രൊഫഷണൽ എത്തിക്സ് എന്നിങ്ങനെയുള്ള പേപ്പേഴ്സാണ് ഇവിടെ വരുന്നത്. ഇനി നമ്മൾ എക്സാം എഴുതി 6 മാസത്തിന് ശേഷം തന്നെ നമുക്ക് ഈ ഒരു റിസൾട്ടും പബ്ലിഷ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി എന്തുകൊണ്ട് CMA USA എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്ലോബലി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ്. 150+ കൺട്രീസിൽ ഈ ഒരു CMA USA എന്ന് പറയുന്ന കോഴ്സ് കഴിഞ്ഞ് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും അത്യാവശ്യം നല്ല സാലറീഡ് ആയിട്ടുള്ള ജോബുകളുമാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ
ഈ ഒരു CMA USA, CMA ഇന്ത്യ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ CMA ഇന്ത്യയും CMA USA തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും ഇപ്പൊ ഞാൻ ഇതിൽ ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനും നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്ന് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും കുറച്ചും കൂടി ഫീസിന്റെ സ്ട്രക്ചർ കാര്യങ്ങൾ എനിക്ക് അറിയണം എന്നുണ്ടെങ്കിലൊക്കെ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തോളൂ. അതേപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാൻ കഴിയും. അപ്പൊ നമ്മൾ CA കുറിച്ചും CMA ഇന്ത്യ, CMA USA എന്ന് പറയുന്ന കോഴ്സുകളെ കുറിച്ചും ഈ 2 വീഡിയോസിലായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ACCAയുടെ വീഡിയോ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുത്ത് പഠിക്കാനായിട്ട് സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.